കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിർസ ഗാലിബിനെയും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെയും വേലക്കാരെയും അയൽവാസികളൊക്കെ കേണൽ ബ്രൗൺ എന്ന് പറഞ്ഞ ഓഫീസറുടെ മുന്നിലേക്ക് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കി അല്ലേ. കേണൽ ബ്രൗണിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കേണൽ ബ്രൗൺ കാ ചെഹര സുർഖ് और आंखें लाल लाल और 6 फुट से अधिक ज्यादा ഊഞ്ചായി. അദ്ദേഹത്തിൻ്റെ ഉയരം 6 അടിയിൽ അധികമാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ചുവന്നിട്ടാണ്, മുഖമൊക്കെ വളരെ സ്ട്രോങ് ആണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. അദ്ദേഹം മിർസ ഗാലിബിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി കേണൽ ബ്രൗണിന് ഇഷ്ടപ്പെടുകയും തിരിച്ച് അദ്ദേഹം തൻ്റെ സേവകരോട് അദ്ദേഹത്തെ വീട്ടിൽ തിരിച്ചെത്തിക്കാൻ പറയുന്നു അല്ലേ. അദ്ദേഹത്തെ മാത്രമല്ല, കൂടെ അറസ്റ്റ് ചെയ്ത 50ഓളം ആളുകളെ കവിത എഴുതുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി നോക്കാം. ഹം गेली वालों ने तो किसी तरह अपने प्राण बचा लिए, मगर मैं उन हजारों अबाके दिल्ली वालों के बारे में क्या कहूँ. ഞങ്ങൾ തെരുവ് നിവാസികൾ എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. കിസി തര എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. മഗർ മേ ഉൻ ഹസാറോ അബാകെ ദില്ലി വാലോ കെ ബാരെ മേ ക്യാ കഹൂം. എന്നാൽ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ ഡൽഹി നിവാസികളെ കുറിച്ചിട്ട് മേ ക്യാ കഹൂം, ഞാൻ എന്താ പറയാ. അവർക്കൊന്നും ഞങ്ങളുടെ പോലെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. ജോ ഹവാലാത്ത് ഔർ ഖൈദ്ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ ഥേ. അവരൊക്കെ ഓരോരുത്തരും ഹവാലാത്ത് തടവറയിലും അവർ ഖൈദ്ഖാനെ ജയിലുകളിലും ബന്ദ് കർ ദിയേ ഗയേ അടക്കപ്പെട്ടു. ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആളുകളെ ഇംഗ്ലീഷുകാർ തടവറയിലും ജയിലിലൊക്കെ അടച്ചു. ജയിൽ ഷഹർ സെ ബാഹർ ദി ഔർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. ജയില് ഷഹറിന്റെ പട്ടണത്തിന്റെ ബാഹർദി പുറത്തായിരുന്നു. ഔർ ഹവാലാത്ത് ദില്ലി കെ ഭീത്തർ. തടവറയാണെങ്കിൽ ഈ ഡൽഹിയുടെ ഉള്ളിലും, ജയില് പുറത്തും തടവറ ഉള്ളിലും. ഇൻ ദോനോം ഹി ജഗഹോं में बेशुमार बेगुनाहों को टुम्स कर भर दिया गया था. ഈ 2 സ്ഥലങ്ങളിലും, ജയിലിലും തടവറയിലുമായിട്ട് ആളുകളെ, എങ്ങനെയുള്ള ആളുകളെ, പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ ടുംസ് കർ കുത്തി നിറച്ചുകൊണ്ട് അതിൽ ജയിലിലൊക്കെ അടക്കപ്പെട്ടു. അത്രയും ആളുകളെ ഒന്നിച്ച് ജയിലിലും തടവറയിലൊക്കെ അവർ പാർപ്പിച്ചു. ഈസ് ഖദർ ബർദിയാക്കി. ഇതിങ്ങനെ കാണുമ്പോൾ, ഈ ജയിലിലും തടവറയിലും ആളുകളെ കുത്തി നിറയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, ലഗ്തത എന്താ തോന്നുക, ആത്മീക്ക് ഭീത്തർ ആത്മീ സമായാചാരാഭാവം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ മറ്റൊരു മനുഷ്യനെ കൂടി കയറ്റി നിർത്തിയ പോലെ നമുക്ക് തോന്നും. അത്രയും ഇടുങ്ങിയ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആളുകളെ അവിടെ പാർപ്പിച്ചിരുന്നത്. എവിടെ? ജയിലുകളിലും തടവറകളിലും. സാസ് ലേനമേ ബി ദിക്കത്ത് ഹോരയില്. ശ്വാസം എടുക്കാൻ പോലും പ്രയാസമായിരുന്നു അല്ലേ. ഒരുപാട് ആളുകൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തിന് പ്രയാസമുണ്ട്? ശ്വാസം എടുക്കാൻ പോലുള്ള പ്രയാസം. ഇൻ ദോനോ ഹി ഖൈദ്ഖാനോ മേ ബന്ദിയോ കെ ബാദ് മേ ഫാംസി ദേ ദീ ഗയി. ഈ 2 സ്ഥലങ്ങളിൽ അടക്കപ്പെട്ട ആളുകളെ അവസാനം എന്താ ചെയ്തത്? ഉനെ ഫാംസി ദേ ദീ ഗയി. അവരെയൊക്കെ തൂക്കിലേറ്റപ്പെട്ടു, അവരെയൊക്കെ തൂക്കിക്കൊന്നു. ഫാംസി എന്ന് പറഞ്ഞാൽ തൂക്കിലേറ്റുക. അവരൊക്കെ അവസാനം തൂക്കിക്കൊന്നു. നെഹിമാനും കിത്തിനെ ലാഖ് ലോക് മാർ ഡാലുകയെ. എനിക്കറിയില്ല എത്ര ലക്ഷത്തോളം ആളുകൾ അന്ന് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് മിർസ ഗാലിബ് പറയാം അല്ലേ. ആ അക്രമങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ മിർസ ഗാലിബ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ്, നേരിൽ കണ്ട ദൃശ്യങ്ങളാണ് അദ്ദേഹം ഈ ഡയറിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓക്കെ. दिल्ली में अब कुछ ही 1000 लोग बचे होंगे, बाकी सब अंग्रेजों के गुस्से का शिकार हो गए. ഡൽഹിയിലെ
ആയിരക്കണക്കിന് ആളുകൾ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് ആളുകൾ അന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും അംഗ്രേസോം കെ ഗുസ്സെ ക ശിക്കാർ വകെ, ഇംഗ്ലീഷുകാരുടെ ഗുസ്സെ, ദേഷ്യത്തിന്, ശിക്കാർ വകെ ഇരയായി തീർന്നു. ഇംഗ്ലീഷുകാർ ബാക്കിയുള്ള ആളുകളെ മുഴുവനും തൂക്കിക്കൊന്നു. ബച്ചെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗെ. ആരാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ ജോ ദില്ലി സെ ഭാഗെ, അവർക്ക് ദില്ലിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഓടിപ്പോയവരായിരുന്നു. അല്ലെ, ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഇംഗ്ലീഷുകാരുടെ ആക്രമണം പേടിച്ചിട്ട് ഡൽഹിയിൽ നിന്നും ഒരുപാട് ആളുകൾ ഓടിപ്പോയിരുന്നു. അവർ മാത്രമാണ് രക്ഷപ്പെട്ട ആളുകൾ. അവരും പിന്നെ ഞങ്ങളും ഈ കുറച്ച് ആളുകൾ. വേ ലോഗ് കുശ് കിസ്മത് ദേ, അവർ നല്ല ഭാഗ്യമുള്ളവരായിരുന്നു. ആര്? ഈ ഓടിപ്പോയവർ നല്ല ഭാഗ്യമുള്ളവരായിരുന്നു. വർണ്ണ ഉനെ ബി ഫാംസി ദേ ദി ജാത്തി, അവരുണ്ടായിരുന്നെങ്കിൽ അവരെ കൂടി തൂക്കിലേറ്റുമായിരുന്നു എന്ന് മിർസ ഖാലിബ് പറയാം. ദില്ലി മേ രഹ്ന ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗേ. ഡൽഹിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തെറ്റാണ്, ഒരു അപരാധം, കുറ്റം ചെയ്തതുപോലെയാണ്. ഡൽഹിയിൽ താമസിക്കുക എന്ന് പറഞ്ഞത് അന്ന് ഒരു തെറ്റ് ചെയ്യുന്നത് പോലെയായിരുന്നു എന്ന് മിർസ ഖാലിബ് ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഡൽഹിയിലുള്ള ആ സമയത്ത് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ബ്രിട്ടീഷുകാരുടെ ആക്രമണത്തിൽ ഇരയായി തൂക്കിലേറ്റപ്പെട്ടു, കൊല്ലപ്പെട്ടു. അതാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ മിർസ ഖാലിബ് നമ്മളോട് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇനി ഇവിടെ പറയുന്ന പല കഥാപാത്രങ്ങളുടെയും പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിൽ ധാരാളം ആളുകളുടെ പേരുകൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്, അവരുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. മേരി പഹച്ചാൻ കാ ബിസ്തിദ ചിരാഗ് അലി. എനിക്ക് പരിചയമുള്ള വെള്ളം ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. ബിസ്തി എന്ന് പറഞ്ഞ വെള്ളം ചുമന്നുകൊണ്ട് നടക്കുക ആളായിരുന്നു ചിരാഗ് അലി. ചിരാഗ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെള്ളം ചുമന്ന് നടക്കുന്ന ഒരാൾ എൻ്റെ പരിചയക്കാരനായി. ബേഹദ് സീത ആത്മി, എങ്ങനെയുള്ള മനുഷ്യനാണ്? വളരെ നിഷ്കളങ്കനായ ഒരു സാധുവായ മനുഷ്യൻ. അതാണ് ബേഹദ് സീത ആത്മി. रोज सुबह शाम नहर का पानी अपनी मश्क में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. എന്താണ് അദ്ദേഹം ചെയ്തിരുന്നത്? റോസ് സുബഹ് ഷാം, എന്നും രാവിലെയും വൈകുന്നേരവും, നഹർ കാ പാനി, നഹർ എന്ന തോട്, തോട്ടിലെ വെള്ളം, അപ്പിനെ മഷ്കിമേ ഭർത്ത, തൻ്റെ തുകൽ പാത്രത്തിൽ എടുത്തിട്ട് നിറച്ചിട്ട്, അവർ അല്ലാഹ് കെ ഗുൺ ഗാത്ത ഹുവ സടക്കോ കോ സീജാഗത്ത, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം റോഡ് മുഴുവനും വൃത്തിയാക്കും. റോഡിലെ കച്ചറകളൊക്കെ അദ്ദേഹം വൃത്തിയാക്കും. ആര്? ചിരാഗ് അലി. ഗാനെ കെ ലിയെ ജോ ബി രൂക്കി സൂക്കി മിൽ ജാത്തി, ഭക്ഷണമായിട്ട് ഉണങ്ങിയ എന്തെങ്കിലും കിട്ടിയാൽ, ഭക്ഷണമായിട്ട് എന്ത് കിട്ടിയാലും ഉസിക്കോ ഗലെ മേ നീച്ചെ ഉദാർ അപ്പിനെ മേ മഗ്നി രക്ക, അത് വായിൽ വെച്ചിട്ട് താൻ ചെയ്യുന്ന ജോലിയിൽ മുഴുകിയിരിക്കും. അതായിരുന്നു ചിരാഗ് അലിയുടെ രീതി. ഭക്ഷണമായിട്ട് കഴിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം തന്റെ ജോലിയിൽ മുഴുകിയിരിക്കും. ഏക് റോസ്, ഒരിക്കൽ, दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे. ഒരിക്കൽ ഡൽഹിയിലെ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഹഡ്സൺ സാബ്, ആരാണ്? ഹഡ്സൺ സാബ്, ജബ് സടക് സെ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നിക്കൽ, റോഡിലൂടെ തൻ്റെ കുതിരപ്പുറത്ത് സവാർ ഹോക്കർ നിൽക്കുന്നത്, അതിലൂടെ ഇങ്ങനെ അയാൾ സവാരി ചെയ്യുക ഈ റോട്ടിലൂടെ. ചിരാഗ് അലി സടക് സീഞ്ച് രഹത, ആ സമയത്ത് ചിരാഗ് അലി റോഡ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉസ്നെ അഡ്സൻ സാബ് കോ സലാം നഹി കിയ, അദ്ദേഹം അഡ്സൻ സാബിനെ സലാം നഹി കിയ എന്നാണ്, പ്രണാമം അർപ്പിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല, അദ്ദേഹത്തെ
നമസ്കരിച്ചില്ല. ഈശ്വർക്കോ ഗുൺ കാത്തര, അദ്ദേഹം ആ സമയത്തും ദൈവത്തെ സ്മരിച്ചുകൊണ്ട് തന്റെ ജോലിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. ഹഡ്സൻ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഹഡ്സൻ സാഹബിന് ഗുസ്സ, ആ സമയത്ത് ദേഷ്യം വന്നു. उन्होंने अपनी तलवार से अबा के चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. ആ സമയത്ത് അദ്ദേഹം തന്റെ അപ്നി തൽവാർ, തന്റെ വാള് അബാകെ ചിരാഗ് അലി കാ പേട്ട് ചിതല, നിർഭാഗ്യവനായ പാവപ്പെട്ട ആ ചിരാഗ് അലിയുടെ പേട്ട്, വയറിലേക്ക് ചിതല, ഒന്ന് കുത്തിയിറക്കി. और उसकी लाश, എന്നിട്ടോ അദ്ദേഹത്തെ കൊന്നിട്ട് ഉസ്കി ലാഷ് എന്ന് പറഞ്ഞ ശവം, ജഡം, അദ്ദേഹത്തിന്റെ ജഡം ദില്ലി ദർവാസെ പർ ടാങ് ദി, ഡൽഹി ഗേറ്റിന് മുന്നിൽ തൂക്കിയിട്ടു. അതാണ് ദില്ലി ദർവാസെ പർ ടാങ് എന്ന് പറഞ്ഞാൽ. ഇനിയും ഹഡ്സൻ സാഹിബിനെ ബാദ്ഷാ ബഹാദൂർ ഷാ ജഫർ के दोनों बेटों शाहज़ादा फजल और मिर्जा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए. ഇതേ ഹഡ്സൻ തന്നെയായിരുന്നു മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹാദൂർ ഷാ ജഫറിന്റെ 2 മക്കളായ, ആരൊക്കെയാണ്? ഷാഹ്സാദ ഫസൽ ഔർ മിർസ അബൂബക്കർ. അദ്ദേഹത്തിന്റെ 2 മക്കളായ ഷാഹ്സാദ ഫസലിന്റെയും മിർസ അബൂബക്കറിന്റെയും ഗൂൻ കർ ഉസ്നെ സിർ ദില്ലി ദർവാസെ പർ ലട്കാ ദിയ, അവരെ കൊന്നിട്ട് അവരുടെ തല എവിടെ കെട്ടിത്തൂക്കിയത്? ഈ ഡൽഹി കവാടത്തിന് മുകളിൽ, ദില്ലി ഗേറ്റിന് മുകളിൽ കെട്ടിത്തൂക്കി. ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർനെ മേ ബഡാ മസാ താ. ഹഡ്സൻ സാഹിബിന് ഇന്ത്യക്കാരുടെ രക്തം കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയായിരുന്നു, ഭയങ്കര ആനന്ദമായിരുന്നു. മനസ്സിലാവുണ്ടല്ലോ? ഹഡ്സനും കേണൽ ബ്രൗണും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മനസ്സിലാവും അല്ലേ? ഇവിടെ പറഞ്ഞത് ഹഡ്സൻ സാഹിബിനെ കുറിച്ചിട്ടാണ്. ഹഡ്സൻ സാഹിബ് പാവപ്പെട്ട നിഷ്കളങ്കനായ ചിരാഗ് അലിയെ എന്ത് കാരണം കൊണ്ടാണ് കൊന്നത്? അദ്ദേഹത്തെ വണങ്ങിയില്ല, അദ്ദേഹം നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ചിരാഗ് അലിയെ അദ്ദേഹം കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജഡം ഡൽഹി കവാടത്തിന് മുന്നിൽ കെട്ടിത്തൂക്കി. അതേ ഹഡ്സൻ സാഹിബ് തന്നെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ ജഫറിന്റെ 2 മക്കളായ ഷാഹ്സാദ, പേരോർത്ത് വെക്കണം, ഷാഹ്സാദ ഫസലിന്റെയും മിർസ അബൂബക്കറിന്റെയും തല ഈ ഡൽഹി കവാടത്തിന് മുകളിൽ കെട്ടിത്തൂക്കിയത്. ആ ഹഡ്സനെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കോ ഖൂൻ കർനെ മേ ബഡാ മസാ താ. ഹഡ്സൻ സാഹിബിന് ഇന്ത്യക്കാരുടെ ജഡം, ഇന്ത്യക്കാരുടെ രക്തം, ഗൂൻ രക്തം കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മസ, തമാശയായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡയറിയിൽ മിർസ ഗാലിബ് ഈ ഡയറിയിൽ മറ്റൊരാളെ 2 പേരെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് സീദേ സാദേ ആദ്മി ചിരാഗ് അലി, ഒരു പാവപ്പെട്ട നിഷ്കളങ്കനായ മനുഷ്യൻ ചിരാഗ് അലി. അതേപോലെ ഡൽഹിയിലെ ഉയർന്ന ഓഫീസറായിട്ടുള്ള ഹഡ്സൻ സാഹിബ്. ഇവരെയൊക്കെ പ്രത്യേകം ആ പേര് മനസ്സിലാക്കി വെക്കണം. അവരെ ആരായിരുന്നു, അവരെന്താണ് അവരുടെ പ്രവൃത്തി എന്നൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു. ഓക്കെ, ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. മേരെ പടോസ് മേ ഏക് ഗരീബ് ഔരത്ത് മെഹറുന്നീസ. അടുത്ത ആളെ കുറിച്ച് പറയാണ്. എൻ്റെ അയൽവാസിയായിരുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയായിരുന്നു മെഹറുന്നീസ. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയി. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്, ഹസ്ബൻഡ്. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അക്കേലി, അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ. ദൂസരോं के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. മറ്റുള്ള ആളുകളുടെ വീട്ടിൽ ചാടു ലഗക്കർ എന്ന് പറഞ്ഞാൽ അടിച്ചു തളിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെയാണ് ഗുസർ ബസർ, നിത്യജീവിതം കഴിച്ചിരുന്ന സ്ത്രീയായിരുന്നു മെഹറുന്നീസ. മറ്റുള്ള ആളുകളുടെ വീടുകളിൽ മുറ്റമടിച്ചിട്ടും പാത്രം കഴുകിയിട്ടൊക്കെ ഉപജീവനം കണ്ടെത്തിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു മെഹറുന്നീസ. ലേക്കിൻ ജബ് ഗർ ഹി നഹി രഹേ,
എന്നാൽ വീടുകളില്ലാതായപ്പോൾ എങ്ങനെ ബസ്തിക്ക് ബസ്തിയാം ജലാദി ഗയിത്തോ, ആ കോളനിയിലെ പ്രദേശങ്ങളിലെ മുഴുവനും വീടുകളും അഗ്നിക്കിരയാക്കിയപ്പോൾ, ബ്രിട്ടീഷുകാർ വീടുകളൊക്കെ നശിപ്പിച്ചപ്പോൾ മെഹറുന്നീസ കാംനെ മിൽനസെ ഭൂഖേ മർണലഹി, ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ഉപജീവനം കണ്ടെത്തിയിരുന്ന മെഹറുന്നീസയ്ക്ക് കാംന മിൽന, ജോലിയൊന്നും ഇല്ലാതായപ്പോൾ ഭൂഖോ മർണലഹി, വിശപ്പ് കാരണം അവർ ഒരുപാട് പ്രയാസപ്പെടാൻ തുടങ്ങി. ആജ് ഉസ്കെ യഹാ മേനെ 10 റൊട്ടിയാ പहुंचाई, ഇന്ന് ഞാൻ അവർക്ക് 10 റൊട്ടി കൊടുത്തയച്ചു. അല്ലെ, ഓരോ ദിവസത്തെയും സംഭവങ്ങളാണ് മിർസ ഗാലിബ് എഴുതുന്നത്. ആ ദിവസം മിർസ ഗാലിബ് 10 റൊട്ടികൾ മെഹറുന്നീസയുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ദൂസരി ജോ 10 റൊട്ടിയാ ബച്ചി, ബാക്കി 10 റൊട്ടികൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഉസ്സെ മേരെ ദോനോ ബേട്ടോ ഔർ നൗക്കരോ കോ കാം ചലാ, അത് ഞാൻ എൻ്റെ 2 മക്കൾക്കോ വേലക്കാർക്കൊക്കെ ആയിട്ട് വീതിച്ചു കൊടുത്തു. മേരെ ഹിസ്സെ മേ 1.5 റൊട്ടിയായി, എനിക്ക് 1.5 റൊട്ടി എൻ്റെ പങ്കായിട്ട്, ഹിസ്സ എന്ന് പറഞ്ഞ ഭാഗം, പങ്ക്, എൻ്റെ ഭാഗമായിട്ട് എനിക്ക് 1.5 റൊട്ടി കിട്ടി. ഇത്ര റൊട്ടി ഉണ്ടായിട്ട് എനിക്ക് 1.5 റൊട്ടിയാണ് കിട്ടിയതെന്ന് അർത്ഥം. ഫിർ ബി തസല്ലീതി, എന്നാലും എനിക്കൊരു ആശ്വാസമുണ്ടായിരുന്നു. തസല്ലി, ആശ്വാസം. കി മേരി റൊട്ടിയോം സേ മെഹറുന്നീസ ഉസ്കി 2 ബേട്ടിയോം കി ഭൂഖ് തോ ബച്ചി, എൻ്റെ റൊട്ടി കാരണം മെഹറുന്നീസയുടെയും അവരുടെ 2 പെൺമക്കളുടെയും വിശപ്പടക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. മേരി തോ ഭൂക്കാരെനിക്ക് ആദത്ത് വകയി, മെരക്ക, എൻ്റെ കാര്യം എന്താ, മേരി തോ ഭൂക്കാരെനിക്ക് ആദത്ത് ഹി ഹോ ഗയി, എനിക്ക് വിശന്നിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി പോയി. ആദത്ത്, അതെൻ്റെ ഒരു സ്വഭാവമായി പോയി. അല്ലേ, അത് തന്നെയാണ് ഈ പാർട്ടിലെ ചോദ്യം. ഒരു ചോദ്യം അതാണ്, മേരിത്തോ ഭൂക്കാരെനിക്ക് ആദത്തൊക്കെ, എനിക്കാണെങ്കിൽ വിശന്നിരിക്കുക എന്നുള്ളത് ഒരു ശീലമായി പോയി. ഖാലിബ് കോ ഭൂക്കാരെനിക്ക് ആദത്ത് കൈസേ ഹുയി, മിർസ ഗാലിബിന് വിശന്നിരിക്കുക എന്നുള്ളത് സ്വഭാവം എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ ആൻസർ ഒരു 3 സെന്റൻസ് ഒക്കെ 3-4 സെന്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി ആൻസർ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഹഡ്സൺ സാബ് കിസ് പ്രകാർ ചിരാഗ് അലിക്കോ മാർ ഡാല, ഹഡ്സൺ സാബ് എപ്രകാരമാണ് ചിരാഗ് അലിയെ കൊന്നത്? ഈ 2 ക്വസ്റ്റ്യൻ ആൻസറാണ് നിങ്ങൾ ഈ പാർട്ടുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. ഓക്കെ.